നിങ്ങൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാളാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ പോവുകയാണ് നമ്മൾ. ആദ്യമായി നൗൺ. ഒരു ആളുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ ഒരു ജീവിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിന്റെയോ പേരാണ്. പേരുകളെയാണ് നൗൺ എന്ന് വിളിക്കുന്നത്. രണ്ട് രീതിയിലുള്ള നൗൺസ് ഉണ്ട്. ഒന്നാണ് പ്രോപ്പർ നൗൺ, അടുത്തതാണ് കോമൺ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ ഒരാളുടെ പേര്. ഫോർ എക്സാമ്പിൾ ദിയ, രാഹുൽ, അങ്ങനെ ആളുകളുടെ പേര്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പേര് ഇന്ത്യ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് കേരള. ഇനി ഒരു ദിവസത്തിന്റെ പേരാവാം മൺഡേ. ഇനി ഒരു നദിയുടെ പേരാകാം, ഫോർ എക്സാമ്പിൾ ഗംഗ. അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒരു പെർട്ടിക്കുലർ ആളുകളുടെയോ വസ്തുക്കളുടെയോ പേര്, അതാണ് പ്രോപ്പർ നൗൺ. ഈ പ്രോപ്പർ നൗൺ എഴുതുന്ന സമയത്ത് എപ്പോഴും അതിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ തരം കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ജനറൽ നെയിംസ് ആണ്. ബോയ്, ഗേൾ, ടീച്ചർ, ഡോക്ടർ, സിറ്റി, റിവർ, സ്കൂൾ, അങ്ങനെ ജനറൽ ആയിട്ട് ഈ ടേംസ് വരുമ്പോഴാണ് അതിനെ കോമൺ നൗൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ മുകളിലുള്ള ഒരാളുടെ പേരും അതുപോലെ തന്നെ ബോയ്, ഗേൾ, ഇതെല്ലാം നൗൺ ആണ്. ഒന്ന് പ്രോപ്പർ നൗൺ ആണ്, മറ്റേത് കോമൺ നൗൺ ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? ഈ എക്സാമ്പിളിലേക്ക് നോക്കൂ. വി ലിവ് ഇൻ ഇന്ത്യ. ഇന്ത്യ ഒരു പ്രോപ്പർ നൗൺ ആണ്. ഐ ക്യാപിറ്റൽ ആണ്, കണ്ടല്ലോ. രണ്ടാമത്തെ സെന്റൻസിൽ ദ ബോയ് ഈസ് പ്ലേയിങ്. ബോയ് ഒരു നൗൺ ആണ്, എന്നാൽ അതൊരു കോമൺ നൗൺ ആണ്. ബി സ്മോൾ ലെറ്ററിലാണ് ഉള്ളത്. മൈ ടീച്ചർ ഈസ് കൈൻഡ്. ടീച്ചർ നൗൺ ആണ്, എന്നാൽ അത് കോമൺ നൗൺ ആണ്. ടി സ്മോൾ ലെറ്റർ ആണ്. ഇനി അവസാനത്തെ സെന്റൻസ് നോക്കൂ. ദിയ ഈസ് മൈ ഫ്രണ്ട്. ദിയ ഒരു പേരാണ്, ഇപ്പൊ ഡി ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതിൽ തന്നെ ഫ്രണ്ട്, ഫ്രണ്ടും ഒരു നൗൺ ആണ്. അത് ജനറൽ അല്ലെങ്കിൽ കോമൺ നൗൺ ആണ്. അവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടില്ല. ഗ്രാമറിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ബൈ.